കുറച്ച് തിരക്കില്ലായിരുന്നു 2-3 ആഴ്ചയായിട്ട് എക്സാമിൻ്റെ ഓട്ടത്തിലായിരുന്നു അതിൻ്റെ പിടിച്ചിലും കാര്യങ്ങളായിട്ട് ഭയങ്കര ബിസിയായിരുന്നു. അതുകൊണ്ട് യൂട്യൂബിൽ വീഡിയോസ് ഇടാനുള്ള ആക്റ്റീവ് ഒന്നും ആയിരുന്നില്ല. സോ പടങ്ങളൊക്കെ ഭയങ്കര ഡിലേ ആയിട്ടാണ് ഇപ്പോൾ കണ്ടത്. ഇപ്പോൾ ആവേശം ഇപ്പോഴാണ് കണ്ടു കഴിഞ്ഞത്. സോ ആവേശം ലേറ്റായിട്ട് കണ്ടാണെങ്കിൽ ആവേശത്തിന് ഒരു കുറവില്ല. അല്ല പൊളപ്പം പടം, അടിപൊളി പടം, പറഞ്ഞേ പറ്റൂ. തിയേറ്റർ എക്സ്പീരിയൻസ് ഇറ്റ് സ്പീക്ക്. ഫഫാസ് രംഗ എടാ മോനെ സീന് പടമാണ്. എവിടുന്ന് തുടങ്ങണമെന്ന് അറിയില്ല. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്, ഈ പടത്തിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഒരു പടം പക്കാക്കിയിട്ടുള്ള എൻ്റർടൈനാക്കി വെച്ചിട്ടുണ്ട്. ആരെ എടുത്ത് പറയണമെന്ന് അറിയില്ല. സുഷിൻ ശ്യാം ഉണ്ട്, ഫഫേൻ്റെ പെർഫോമൻസ് ഉണ്ട്, ഓരോ ആൾക്കാരെ പെർഫോമൻസ് എടുത്ത് പറയണം. പിന്നെ ഡയറക്ഷൻ ചിത്തു മാധവൻ രോമാഞ്ചം എടുത്ത ആളാണ്. സോ അങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട് ഈ പടത്തിന് വേണ്ടിയിട്ട്. പടം ഒരു കിടിലം പടം, പക്ക എൻ്റർടൈൻ. ആദ്യം ഫഫയിലേക്ക് തന്നെ. ഫഫേൻ്റെ പെർഫോമൻസ് ഒരു രക്ഷയില്ല. ഈ സിനിമയുടെ കോറെന്ന് പറയാൻ ഫഫേൻ്റെ പെർഫോമൻസാണ്. ശരിക്കും പറഞ്ഞാൽ ഫഫേൻ്റെ പെർഫോമൻസ് ഈ പടത്തില്ലെങ്കിൽ ഈ ഒരു പടം ഇല്ല. അങ്ങമാതിരി പെർഫോമൻസ്. ആ ഫഫേൻ്റെ ഒരു ക്യാരക്ടറൈസേഷൻ ഈ പടത്തിൽ ഫുൾ ഔട്ട്പുട്ട് കൊടുത്തിട്ടുള്ളത്. ആ ഒരു ക്യാരക്ടറൈസേഷൻ, ആ ഫഫേൻ്റെ ഒരു ക്യാരക്ടറല്ലോ, ഒരു സൈക്കോ തരം ക്യാരക്ടർ. ആ ഒരു ക്യാരക്ടർ എപ്പോൾ എന്ത് ചെയ്യുന്നൊന്നും പറയാനില്ല. അമ്മാരി ക്യാരക്ടർ ഫഫ ആ ഒരു ക്യാരക്ടർ കിടിലായി ചെയ്തിട്ടുണ്ട്. ഫഫ മാത്രമല്ല ബാക്കി എല്ലാവരും പെർഫോമൻസ് എല്ലാം അടിപൊളിയായിട്ടും പിന്നെ ഇഷ്ടം 2 പേരെ യൂട്യൂബേഴ്സ് എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ രോമാഞ്ചത്തിലെ ചങ്ങായി അമ്പാൻ എന്ന് പറഞ്ഞൊരു ചങ്ങായി ഉണ്ട്. ആ ഒരു ചങ്ങായിക്ക് മോനെ ഒരു ഇൻ്റർവൽ സീനിലാകുമ്പോൾ ചങ്ങായിൻ്റെ സാധനമുണ്ട്, രോമാഞ്ചാണ്. അങ്ങനത്തെ സാധനങ്ങളുണ്ട്. ഒരു ഡബിൾ രോമാഞ്ചാണ് വേണം പറയും ഈ സിനിമേനെ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ കുറേ ഫാക്ടേഴ്സ് ഉണ്ട് ഈ പടത്തിൽ. കുറേ ഊക്കലും കുറേ കാര്യങ്ങളും എല്ലാം കൊണ്ട് ഒരു പക്ക എൻ്റർടൈൻ കളർഫുൾ പടം. ഫസ്റ്റ് മൂഡ് കാണേണ്ട പടമാണ്. ഫസ്റ്റ് സീസണിൽ കൊടുക്കാൻ പറ്റിയ മികച്ചൊരു പടമായിട്ടാണ് എനിക്ക് തോന്നി. ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു ഇൻ്റർവൽ പഞ്ച് എത്തുമ്പോൾ ഒരു സാധനമുണ്ട് മോനെ, അതെനിക്ക് ശരിക്കും ഒരു അഡ്രിനൽ റഷ് അടിച്ചിട്ടുണ്ട്. ഒന്നും പറയാൻ എക്സ്പീരിയൻസ് ചെയ്യണം തിയേറ്ററിനെ. പിന്നെ ഒരു മുള്ളിയിലെ ക്രൗഡിൻ്റെ അപ്പുറം പോയി കാണുന്ന സിനിമ ഫുള്ളി ഒരു ഹൗസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്രൗഡിൻ്റെ അപ്പുറം പോയി ഇരുന്ന് കാണും. പിന്നെ പടം പ്രത്യേക വൈബാണ്. പിന്നെ സ്റ്റോറിയും കാര്യങ്ങൾ നോക്കേണ്ട ആവശ്യം സ്റ്റോറിയും കാര്യങ്ങൾ എനിക്ക് അറിയുന്നത് ഞാൻ 50 കാര്യങ്ങളും കണ്ടായിരുന്നു. അതായത് ഒരു കൂട്ടം പിള്ളേരെ ബാംഗ്ലൂരൊക്കെ പഠിക്കാൻ പറ്റുന്ന. സോ അവിടെ നിന്ന് ഒരു ഗുണ്ടയെ പരിചയപ്പെടുന്നു തുറന്നെടുക്കുന്ന കാര്യങ്ങളാണ് ഈ സിനിമയിൽ പറഞ്ഞത്. സോ അതൊന്നും കാര്യമില്ല. ഫുള്ളി ഒരു മാസ് എലമെൻറ്റ്. ഫഫേൻ്റെ പൂണ്ട് വിളയാട്ടമാണ് പടത്തിൽ. അതാണ് ഈ ഒരു പടത്തിൻ്റെ കോറ് സാധനം. ഒരു രക്ഷയില്ല. ഫഫേൻ്റെ പെർഫോമൻസ് പറഞ്ഞേ പറ്റൂ. പിന്നെ പടത്തിൻ്റെ സിനിമാറ്റോഗ്രാഫിയിൽ നൈസ് തന്നെയാണ്. കളർഫുൾ സാധനമായിരുന്നു. മൊത്തത്തിലൊരു കളർഫുൾ വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഫുള്ളി ഒരു ഭയങ്കര ഒരു ഹോളി ഫെസ്റ്റിവൽ പോലത്തെ സാധനമല്ല അത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു സിനിമാറ്റോഗ്രാഫിയും കാര്യങ്ങളും. പിന്നെ ഫാസ്റ്റ് ബേസാണ് പടം പോകുന്നത് ഫസ്റ്റ് ഹാഫിൽ. പിന്നെ ഫസ്റ്റ് ഹാഫ് നല്ല ഫാസ്റ്റ് ബേസിലാണ് പോകുന്നത്. നല്ല എൻ്റർടൈൻമെൻ്റ് ആണ്. ആവേശം നമുക്ക് തരുന്നത്. ഫഫേൻ്റെ കുറേ എലിമെൻറ്റ്സ് ഉണ്ട് ഈ പടത്തിൽ. എടുത്ത് പറഞ്ഞാലും തീരില്ല. ഒരു യങ് സെൽഫ് കാണിക്കുന്ന ഒരു ഫഫേൻ്റെ സാധനമുണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ സീനായിരുന്നു. ആ ഒരു സീനൊക്കെ ഭയങ്കര സീനായിരുന്നു. സോ ഫസ്റ്റ് ഹാഫ് അങ്ങനെ. പിന്നെ പടത്തിൻ്റെ സെക്കൻഡ് ഹാഫിലോട്ട് വന്നാൽ സെക്കൻഡ് ഹാഫ് കുറച്ചൊന്നും എനിക്ക് അഴിച്ചിൽ പോലെ തോന്നുന്നത്. കുറച്ച് അങ്ങോട്ട് എത്തിയപ്പം അത് പടത്തിൻ്റെ ഒരു നോർമൽ പേസ് ആണ്. ബട്ട് ചെറുങ്ങനെ അഴിച്ചിൽ വേണ്ട. പക്ഷേ ഇത് ബോറടിക്കുന്നൊന്നുമില്ല. കുറച്ച് അങ്ങോട്ടൊന്ന് വലിച്ചിൽ പോലെ തോന്നി. പക്ഷേ ഒരു പ്രശ്നമില്ല. അത് പടത്തെ യാതൊരു വിധത്തിൻ്റെ എഫക്റ്റ് ചെയ്യുന്നില്ല. അതെല്ലാം പക്ഷേ ലാസ്റ്റ് ആ ഒരു ക്ലൈമാക്സ് പോർഷനിലേക്ക് എത്തുമ്പോഴത്തേക്ക് നല്ല സോർട്ട് ഔട്ട് ആവുന്നുണ്ട് ആ ഒരു ലാഗും കാര്യങ്ങളൊന്നും. അതുകൊണ്ട് ഒരു പ്രശ്നവും നമുക്ക് തോന്നില്ല. അത് എനിക്ക് മാത്രം പേഴ്സണലി തോന്നിയ കാര്യങ്ങളേക്ക് ചിലവർക്കൊന്നും തീരെ തോന്നില്ല. ആ ഒരു പടത്തിൻ്റെ വൈബിൽ അങ്ങ് കൊണ്ടുപോകും. പക്ഷേ പടത്തിൻ്റെ മൊത്തം ഔട്ട്പുട്ട് നോക്കിയാൽ ഗംഭീര കിടിലൻ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു പടം. കിടിലൻ പടം. വൈബ് എന്ന് വെച്ചാൽ പ്രത്യേക വൈബാണ്. തിയേറ്ററിനെ കാണുമെന്ന് എനിക്ക് പറയാൻ പറ്റും. പിന്നെ സുഷിൻ ശ്യാമിനെ പറ്റി എടുത്ത് പറയണം. സുഷിൻ ശ്യാമിൻ്റെ മ്യൂസിക് ഒരു രക്ഷയില്ല. അത് തുടക്കം തൊട്ട് പടത്തിൻ്റെ അവസാനം വരെ മൂപ്പരെ കൊളുത്തി വെച്ച സാധനമുണ്ട്. മൂപ്പരെന്നെ പറഞ്ഞിട്ടുണ്ടായെന്ന് തോന്നുന്നു. അതേ മൂപ്പരെ ഒരു തമിഴ്നാട് അനിരുദ്ധ സ്റ്റൈലിൻ്റെ അകത്ത് പിടിച്ചിട്ടുണ്ട്. അത് വെറുതെ അല്ല, കള്ളല്ല. അത് ശരിക്കും ഈ പടത്ത് കാണേണ്ട അനിരുദ്ധ സ്റ്റൈൽ, അനിരുദ്ധ ലെവൽ ഈ പടത്തിൽ മൂപ്പര് പോയിന്. അനുശ്വസിച്ചാൽ ഓരോ സീനുമായി സീൻ ഫഫ വരുന്നതും പോകുന്നതും ഈവൻ ചില നോർമൽ സീൻസ് വരെ നമ്മളെ ബോറടിപ്പിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. ബീജംസ് ഒക്കെ ഫൈറ്റ് സീക്വൻസ് ഒക്കെ വരുമ്പോൾ അതിൻ്റെ ഒരു പീക്ക് സാധനം നമുക്ക് കിട്ടുന്നുണ്ട്. പറഞ്ഞാൽ ലാസ്റ്റ് ഇലൂമിനാൻ്റ് വരുമ്പോൾ ഒരു ആവേശമുണ്ട് നമ്മുടെ മനസ്സിൽ. അല്ല പറഞ്ഞാൽ പറ്റും. ഇലൂമിനാൻ്റെയൊക്കെ എല്ലാം നല്ല പ്ലേസ് ഉണ്ട്. ക്ലൈമാക്സ് പോർഷനിൽ ഇലൂമിനാൻ്റ് എല്ലാം വെച്ചിട്ട് പിന്നെ ലാസ്റ്റ് ഒരു ആനിമേഷൻ മൂടൊക്കെ ഉണ്ടായിരുന്നു ഫഫേൻ്റെ. അത് നിങ്ങൾ ഇപ്പോൾ തന്നെ കണ്ടിട്ടുണ്ടാവും കുറച്ച് നേരം. സോ അതൊക്കെ നൈസായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ക്ലൈമാക്സ് പോർഷനൊക്കെ അതെല്ലാം അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അത്ര വളരെ പടത്തിനെ പറ്റിയിട്ട് എല്ലാവരും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഫുള്ളൊരു മാസ് എൻ്റർടൈൻ ആണ് ഈ പടം. ഇനി വർഷങ്ങൾക്ക് ശേഷം കാണണം. കുറേ ഡിലേ ആയി പോയി. കണ്ടിട്ട് അഭിപ്രായം പറയാം. സോ ഈ ഒരു പടം എൻ്റെ തിയേറ്ററിന് എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾ കോളേജ് പിള്ളേരാണെങ്കിൽ പ്രത്യേകിച്ച് കോളേജ് പിള്ളേരെല്ലാവരും കൂട്ടിയിട്ട് വൈബ് ചെയ്യാൻ പറ്റിയ പടം തന്നെയാണ്. അത്ര കിടിലൻ പടം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. റീവാച്ചബിലിറ്റി ഉണ്ട്. ഒന്നും കൂടിയും കാണുന്നുണ്ട് തിയേറ്ററിൽ നിന്ന്. ഒന്നും കൂടിയും നാളെയോ മറ്റന്നാളും പോയി കാണണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. സോ കിടിലൻ പടം. അത്രക്കും നല്ല പവർഫുൾ പാക്ക് ആയിട്ടുള്ളൊരു പടമാണ്. തീർച്ചയായും കണ്ടുനോക്കുക, മിസ് ചെയ്യരുത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ അടുത്ത വീഡിയോ വീണ്ടും കാണാം. നന്ദി.